ശരി ശരി. അൽഫാസ് പറഞ്ഞു. അൽഫാസ് പറഞ്ഞോ. ഇല്ല. ശരി. ആസിഫ് മുഹമ്മദേ ഒന്ന് അടച്ചു ബുക്ക് അടച്ചു പോലെ എന്താന്ന് പറഞ്ഞേ. ബുക്ക് അടച്ചു ഒന്ന് പറയാം. എന്താ ഈ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഉദ്ദേശിക്കുന്നത്? കൈനറ്റിക് എനർജി നോക്കാതെ പറയണം. നിനക്ക് അറിയാവുന്നത് നീ പഠിച്ചു വെച്ച് നീ വായിച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഒന്നും വായിക്കാതെ അടുത്ത ക്ലാസ്സിലേക്ക് വന്നാൽ പ്രശ്നമാവും. നിർവേഷം പഠിക്കണ്ട, പോട്ടെ. ഇതിൽ വായിച്ചത് വരണ്ട. ശരി. ഏഞ്ചൽ ബേബി ഇന്നലെ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ലോ ഏഞ്ചൽ ബേബിയെ. ഇന്നലെ ക്യാമറ ഓഫ് ആയിരുന്നല്ലോ, എന്താ വിളിച്ചു പറഞ്ഞായിരുന്നു. ഞാൻ വിളിക്കുമ്പോ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ലോ ആള്. വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല അതല്ല, വീഡിയോ അല്ല ഓഡിയോയും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഒരു 3 തവണ ഞാൻ വിളിച്ചു. ഞാൻ വിളിച്ചപ്പോ കേട്ടില്ല. ശരി. അതിൽ പുതിയ പറഞ്ഞ പോലെ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്താ സാർ? Sum of kinetic energy and potential energy. ഇതിന്റെ വീഡിയോ ഓഫ് ആവുന്നുണ്ടോ? ആൻസർ പറയുമ്പോ വീഡിയോ ഓഫ് ആണ്. ആദ്യം പണ്ട് ഗൂഗിൾ മീറ്റിൽ അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ലല്ലോ. ക്യാമറ ഓഫ് ആവുന്നില്ല. Sum of kinetic energy and energy of a body in motion. Motion. Sum of kinetic energy and potential energy of a body in motion is എസെൻസ് പറയണല്ലോ. സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഇൻ മോഷൻ ഈസ്. എസെൻസ് ഇല്ലാതെ എന്തെങ്കിലും കാണാപ്പടം പിടിച്ചാൽ മതിയോടാ. എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജിയുടെ കോൺസെപ്റ്റ് എന്താ, ഐഡിയ എന്താ? പറഞ്ഞടാ മൈൻഡ് ബി എസ്. ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് മുകളിൽ താഴത്തേക്ക് ആ 3 കേസായിട്ട് എടുത്തു. എന്നിട്ട് എന്താണ് അല്ല അത് പ്രൂഫാണ് ഞാൻ ചോദിക്കുന്നത്. കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്താണ് സാർ? പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും കൂട്ടണം. കൂട്ടുമ്പോ കൂട്ടണമെന്ന് പറയല്ലേ, കൂട്ടുമ്പോ മെക്കാനിക്കൽ എനർജി കിട്ടും. പോയിന്റിലേക്ക് വാ. അങ്ങനെയാണോ? കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ കൂട്ടുമ്പോ മെക്കാനിക്കൽ എനർജി കിട്ടുമെന്നാണോ? കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഞാൻ അതിനല്ലേ അത് പഠിപ്പിച്ച്. കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്താ? ഒന്ന് കൈനറ്റിക് എനർജി കൂടുമ്പോൾ പൊട്ടൻഷ്യൽ കുറയും. അതല്ലാതെ വേറെ രീതിക്കാണോ ഞാൻ സ്റ്റേറ്റ്മെന്റ് തന്നെ? എന്താ പറഞ്ഞത്? അതുകൊണ്ട് അപ്പൊ നിങ്ങൾ അതിനകത്തേക്ക് കൊടുക്കുന്ന സമയവും നിങ്ങളുടെ ആ സ്റ്റൈൽ ഓഫ് ലേണിംഗ്, എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് പഠിക്കുന്ന രീതിയും തെറ്റാണ്. സംശാദ് എന്ന് പറഞ്ഞടാ. The sum of kinetic energy and the potential energy of a moving body is constant. Is constant. ഏറ്റവും ഇമ്പോർട്ടന്റ് വാക്ക് അതിൽ മുജീബ് പറഞ്ഞില്ല. അതിൽ മുജീബ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഞാൻ ഇന്നലെ ആരോടും പറഞ്ഞോളെ നിങ്ങളുടെ വാക്കുകളൊക്കെ എനിക്ക് മനസ്സിലായി. എവിടെയോ നോക്കി എന്തൊക്കെയോ വായിച്ചു, എവിടെയോ നോക്കി എവിടെയൊക്കെ ചിലപ്പോൾ നോക്കിയായിരിക്കും ചിലപ്പോൾ പറയണത്. പക്ഷെ അങ്ങനെ പറയണവർക്ക് ഫിസിക്സും ഒക്കെ മാത്സും ഒന്നും ആൻസർ ചെയ്യാൻ പറ്റില്ല. നോക്കി എവിടെയെങ്കിലും പറഞ്ഞ കെമിസ്ട്രി പ്രോബ്ലംസ് ഇതൊന്നും ആൻസർ ചെയ്യാൻ പറ്റില്ല. തിയറി സൈഡ് ആൻസർ ചെയ്യാൻ പറ്റും. കോൺസ്റ്റന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് വാക്ക് അതിനകത്ത്. നീ സം ഓഫ് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കോൺസ്റ്റന്റ് ആണെന്ന വാക്ക് അറിയാതെ നീ വായിച്ചിട്ടില്ല, അതാണ് വ്യക്തം, വളരെ വ്യക്തമാണ്. നിങ്ങൾക്ക് ആ ബോധാദ്യം ഉണ്ടായിക്കോട്ടെ എന്താണ് പഠിക്കേണ്ട രീതി. ശരി, അപ്പൊ അതാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് അത് ഞാൻ 2 പേരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതങ്ങനെ അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കോട്ടെ. ശരി, ഇനി നമുക്ക് പഠിക്കാനുള്ളത്
അടുത്ത ഹെഡിങ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൂക്സ് ലോയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. നമുക്കത് നോക്കാം. ഹൂക്സ് ലോയുമായി ബന്ധപ്പെട്ട്. ശരി, എന്താണ് ഹൂക്സ് ലോയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞതെന്ന് ഒന്ന് ബുക്ക് തുറന്നിട്ട് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. എന്താ നമ്മൾ ഹൂക്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞേ? അക്മലെ ഹൂക്സ് ലോയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താ പറഞ്ഞത്? അതെ അതെ അതെ. എന്താ അതിനകത്ത് ആൾക്കാരൊന്ന് പറഞ്ഞ എന്താണ് സാധനങ്ങൾ? അതില് എഫ് എന്താ? എഫ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. എന്താ ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? എന്താ റീസ്റ്റോറിംഗ് ഫോഴ്സ്? റബ്ബർ ബാൻഡ് നമ്മൾ വലിച്ചിട്ട് ഇങ്ങനെ വിടുമ്പോഴത്തേക്കും ഇത് വരത്തില്ലേ, എന്താ പറയാ, ആ ഫോഴ്സിലെ തിരിച്ചു കൊണ്ടിരുന്നത്. അതാണ് വാക്ക് എന്ന് ഓർത്തു. തിരിച്ചു വരാനുള്ള ഫോഴ്സ്, റീസ്റ്റോർ ചെയ്യുക, പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഫോഴ്സ് ആണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അതാണ് എഫ്. എക്സ് എന്ന് വെച്ചാൽ എന്താ ഒന്ന് പറഞ്ഞേ? മറ്റേ ഫാത്തിമ, പുതിയ ആളുണ്ടായിരുന്നല്ലോ, ഫാത്തിമ സലീം. ഈ ഡിസ്പ്ലേസ്മെന്റ് എന്താ മോളെ സാധനം? ഫാത്തിമ സലീം കേൾക്കുക. ശരി, ഐഷ. ഓക്കെ, പറഞ്ഞേ സലീം. ഐഷ പറഞ്ഞേ. ഒരു മിനിറ്റ്. ഫാത്തിമ പറഞ്ഞേ. പറഞ്ഞു മോളെ. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് ഉദ്ദേശിക്കണേ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്. ഹലോ, റബ്ബർ ബാൻഡിന്റെ കേസിൽ പറഞ്ഞേ. റബ്ബർ ബാൻഡിൽ എന്താ ഡിസ്പ്ലേസ്മെന്റ്? കട്ടാവുള്ളൂ. ശരി. ഐഷ പറഞ്ഞ. റേഞ്ച് നോക്കോളൂ. കട്ടായിട്ട് ഓഫ് ആക്കി ലെഫ്റ്റ് ആയിട്ട് കയറി നോക്കാം. ഐഷ പറഞ്ഞേ എന്താ ഡിസ്പ്ലേസ്മെന്റ്? ഐഷ പറഞ്ഞേ ഡിസ്പ്ലേസ്മെന്റ് എന്താ ഉദ്ദേശിക്കുന്നത്? ഐഷ പറഞ്ഞേ ഡിസ്പ്ലേസ്മെന്റ് എന്താ ഉദ്ദേശിക്കുന്നത്? ഐഷ പറഞ്ഞോ? ലെറ്റർ ഫാത്തിമ സീറ്റ് കുറെ മുമ്പ് പറഞ്ഞാൽ ഇപ്പൊ വല്ലുള്ളൂ. ഐഷ പറഞ്ഞോ? നോ പ്രോബ്ലം. ഐഷ പറഞ്ഞോ? റബ്ബർ ബാൻഡ് വലിക്കുമ്പോൾ തിരിച്ചു പോകുമ്പോ ഡിസ്പ്ലേസ്മെന്റ് എന്താ? ഐഷ, ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? കേട്ടോ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്ര വലിച്ചു, അതാണ് ഡിസ്പ്ലേസ്മെന്റ്. നോർമലി നിന്ന റബ്ബർ ബാൻഡിനെ എത്ര വലിച്ചു, എത്ര നിങ്ങൾ വലിച്ചു എന്നുള്ളതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് അർത്ഥം എന്താ? എത്ര മാറി, എത്ര മൂവ് ചെയ്തു, എത്ര ദൂരം സഞ്ചരിച്ചു എന്നൊക്കെയാണല്ലോ. അതേപോലെ റബ്ബർ ബാൻഡിന് ദൂരം സഞ്ചരിക്കാൻ പറ്റില്ലോ. റബ്ബർ ബാൻഡ് എത്ര നീണ്ടു, അതിന്റെ ഒറിജിനൽ അവസ്ഥയിൽ നിന്നും റബ്ബർ ബാൻഡ് എത്ര നീണ്ടു എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. റബ്ബർ ബാൻഡ് ചുരുങ്ങിയെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന്റെ വാക്കിന്റെ അർത്ഥം ഒരവസ്ഥയിൽ നിന്നും വേറെ എന്തവസ്ഥയിലേക്ക് മാറ്റം വന്നു, എത്ര മാറ്റം വന്നു, അതിന്റെ നീളം, അതിന്റെ വലിപ്പം, അതിന്റെ സൈസ് എത്ര മാറ്റം വന്നു, അതാണ് ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വണ്ടി ഓടുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെന്റ് അല്ല. സ്ട്രൈറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്, അതൊന്നുമല്ല. അത് കൃത്യമായി പിള്ളേർ എഴുതണം. ആദ്യം ഉണ്ടാകുന്ന അവസ്ഥയിൽ നിന്നും എത്രയാണ് അവൻ വലിഞ്ഞത്, എത്രയാണ് അവൻ ചുരുങ്ങിയത്, അതും വരും. ചുരുങ്ങിയ അവസ്ഥ ഞാൻ പഠിപ്പിക്കാം. ഇത് രണ്ടിനെ നമ്മൾ എന്ത് പേര് വിട്ടുപിടിക്കും? ഡിസ്പ്ലേസ്മെന്റ്. പിള്ളേർ കൃത്യമായിട്ട് എഴുതണം. ഫിദ കൃത്യമായിട്ട് ഡിസ്പ്ലേസ്മെന്റ് അവിടെ എഴുതി വെക്കണം. ഇങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് എഴുതിയിട്ടുണ്ടല്ലോ, അവിടെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പോയിന്റ് എടുത്ത് എഴുതണം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്നതിൽ നിന്നും എത്ര നീളം വന്നു, എത്ര ലെങ്ത് ഇൻക്രീസ് ചെയ്തു അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്തു, അതിന് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് നാട്ടോ വിളിക്കണേ എന്ന് നോട്ട് ചെയ്യണം. ഓക്കെ, ശരി, ഇനി കേട്ടോ. അപ്പൊ ഹൂക്സ് ലോ പറയുന്നത് ഈ മൈനസ് എന്താണെന്ന് ചിലവർ എന്നോട് ഡൗട്ട് ചോദിച്ചായിരുന്നു. ഈ മൈനസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? മറ്റേ സന, ഈ മൈനസ് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ മൈനസ്
തിരിച്ചു വരാനുള്ള ഒരു അട്രാക്ഷൻ ആയതുകൊണ്ടല്ലേ? ഈ എഫും ഈ എക്സും കിടക്കുന്നോർത്ത് ഈ മൈനസ് വന്നാൽ അതിന്റെ അർത്ഥം ഈ എഫും ഈ എക്സും കിടക്കുന്നോർത്ത് മൈനസ് വന്നാൽ അതിന്റെ അർത്ഥം അറിയില്ല സർ. ഞാൻ പറയാം. അത് രണ്ടും ഓപ്പോസിറ്റ് ആണ്. അത് പ്രത്യേകം ഞാൻ എഴുതാൻ പറഞ്ഞു. ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് അതിങ്ങനെ ഇങ്ങനെ വരച്ച് നിങ്ങൾ എഴുതി വെക്കണം. ആ മൈനസ് ഇട്ട് നിങ്ങൾ എത്ര പേര് അത് വരച്ച് എഴുതി വെച്ചിട്ടുണ്ട്? എഫിനോട് ഓപ്പോസിറ്റ് ആണ് എക്സ്. ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണോ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ നീട്ടുകയാണെങ്കിൽ അത് ചുരുക്കാനായിരിക്കും. നമ്മൾ നീളം കുറയ്ക്കാൻ നോക്കിയാലോ റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? നമ്മൾ നീട്ടം കുറയ്ക്കാൻ നോക്കിയാൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് തിരിച്ചായിരിക്കും. നീളം കൂട്ടാൻ നോക്കും. എക്സാമ്പിൾ ആർക്കെങ്കിലും പറയാമോ? നമ്മൾ നീട്ടം ചുരുക്കുന്നത് ആർക്കെങ്കിലും എക്സാമ്പിൾ പറയാമോ? റബ്ബർ ബാൻഡിൽ നമുക്കത് പറയാൻ പറ്റില്ല. വേറെ എക്സാമ്പിൾ? അബ്സല്യൂട്ട്ലി സ്പ്രിങ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കറക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ സ്പ്രിങ് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കും, ഒരവസ്ഥയിൽ നിൽക്കും. കേട്ടോ, ഒരവസ്ഥയിലാണ് സ്പ്രിങ്. ഇതുണ്ടോ, ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് സ്പ്രിങ് നിൽക്കുന്നത്. ഈ സ്പ്രിങ് നീളം നമുക്ക് കൂട്ടി വരയ്ക്കാം. കേട്ടോ, നീളം കൂട്ടി. ഇത് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്. നീളം നമുക്ക് കുറയ്ക്കാം. കുറയ്ക്കാം. അപ്പൊ നീളം കൂട്ടുമ്പോ റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങോട്ടാ? തിരിച്ച് ഈ അവസ്ഥയിലേക്ക് വരാം. ഇതാണ് ഒറിജിനൽ അവസ്ഥ, ഒന്നെന്ന് പറഞ്ഞ അവസ്ഥ. അതിലേക്ക് വരാനായിട്ട് അപ്പൊ നീളം ഇത് ഇങ്ങോട്ടാണ് എക്സ്. അപ്പൊ എഫ് എങ്ങോട്ടാ? എഫ് തിരിച്ച്. ഇതില് എക്സ് എങ്ങോട്ടാ? ഉള്ളിലേക്ക്. അപ്പൊ എഫ് എങ്ങോട്ടാ? തിരിച്ച്. ഇതാണ് നെഗറ്റീവിന്റെ അർത്ഥം. അമാനെ, ഇത് കേട്ടിരിക്കാൻ ഞാൻ ഒരു കാര്യം പറയുന്നില്ല. ഞാൻ ഒരു കഥയും ആവശ്യമില്ലാതെ നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾക്ക് പഠിക്കാനും പ്രോബ്ലത്തിലും ഗ്രാഫിലും വരുന്ന ടോപ്പിക്കിലും പഠിക്കാനല്ലാത്ത ഒരു കാര്യവും ഞാൻ പറയില്ല. ഞാൻ ഈ തമാശയോ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ ഫിസിക്സ്, അതേ പറയാറുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടേ പറയാറുള്ളൂ. അത് നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? കേട്ടോണ്ടിരിക്കാൻ പറ്റുമോ? അപ്പൊ അതിനെ ഓരോ സ്ഥലത്തും എക്സ്പാൻഡ് ചെയ്യണം. നെഗറ്റീവിനെ എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾ പറയുമ്പോൾ എന്ത് പറയണം? ആ നെഗറ്റീവിനെ എക്സ്പാൻഡ് ചെയ്ത് പറയുമ്പോൾ സ്പ്രിങ്ങിന്റെ എക്സാമ്പിൾ എഴുതാതിരിക്കാൻ പറ്റുമോ? പറ്റൂല. ഓക്കെ, ശരി. അങ്ങനെ നല്ലൊരു നോട്ട് ക്ലാസ് കഴിയുമ്പോൾ ഉണ്ടായാലാണ് ആ ക്ലാസ്സിന്, അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയും ആ ക്ലാസ് ഗുണം ചെയ്തോ. എങ്കിൽ അത് കഴിയുമ്പോൾ നല്ല നോട്ട് നിങ്ങൾക്ക് മനസ്സിലാവണ പോലെ ചെയ്തിട്ടുണ്ടാവും. ഇന്നലെ ഞാൻ ഈ നെഗറ്റീവിനെ കുറിച്ച് പറഞ്ഞപ്പോ സന എഴുതിയിട്ടുണ്ടോ? നെഗറ്റീവ് എന്താന്ന് ഇന്നലെ എഴുതിയില്ല സാർ, പറഞ്ഞു കേട്ടായിരുന്നു. അതാണ് പ്രശ്നം. അപ്പൊ ഇന്നലെ 1-2 പേര് എന്നോട് ക്ലാസ് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, സാറേ ഈ നെഗറ്റീവ് എന്താ? ഐഷയൊക്കെ അടക്കം ചോദിച്ചു, സാറേ നെഗറ്റീവ് എന്താ? കാരണം അവർക്ക് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. ഞാൻ സ്പീഡിലെ ലാസ്റ്റല്ലേ പറഞ്ഞത്. അപ്പൊ ആ നെഗറ്റീവ് എന്താണെന്ന് നിങ്ങൾ എഴുതി വെക്കണം. അപ്പൊ കളിയിൽ ചോദിക്കണം, സാറേ മനസ്സിലായിട്ടില്ല നെഗറ്റീവ്. ഈ മെത്തേഡ് എടുത്താൽ മതി പഠിക്കാൻ. അത് മാത്രം മതി. അപ്പൊ ക്ലാസ്സിൽ നിന്ന് 90% നിങ്ങൾ പഠിച്ചു പോകും. ഓക്കെ, 10% പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചാൽ പരിപാടി തീർന്നു. ഓക്കെ, എനിവേ ഇത് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഹൂക്ക് എന്നാണ് പേര് അദ്ദേഹത്തിന്റെ. അദ്ദേഹം ഉണ്ടാക്കിയ ലോയാണ് ഹൂക്സ് ലോ. അതെങ്ങനെയാണ്? ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് ഈ കെ ആണ്. ഈ കെക്ക് ഭയങ്കര റോളാണ്. നമ്മൾ കെ ചുമ്മാ ഒരു കോൺസ്റ്റന്റ് അല്ല. ഓരോ സ്ഥലത്തും ഓരോ കോൺസ്റ്റന്റ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇതെങ്കിലും സാധനം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സച്ചിൻ, ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പറഞ്ഞ അമിന പഴയ കാര്യങ്ങൾ പറയാൻ വിളിക്കുക. പറഞ്ഞ അമിന. വോൾട്ടേജ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ്. എന്താ മോളെ ലോ ഓർക്കണ്ട? ഓംസ് ലോ. ഓംസ് ലോ ആയത്. ഇത് ഓംസ് ലോ ആയ. ഇതിനെ മാറ്റിയത് എങ്ങനെയാ അമിന? നമ്മളിത് മാറ്റിയ കോൺസ്റ്റന്റിനെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ. അത് ഈക്വൽ ടു ഇട്ടിട്ട് കോൺസ്റ്റന്റ് ഏതാണെന്ന് ഓർക്കണ്ട? R. റെസിസ്റ്റൻസ് ഒരു കോൺസ്റ്റന്റ് അന്ന് കൊണ്ടുവന്നേ. ഈ R വെറുതെ കോൺസ്റ്റന്റ്. ഈ R-നെ കുറിച്ചാണ് പഠിച്ചത് സൈമൺ ഓം പഠിച്ചത്. അപ്പൊ ഈ കെ ഭയങ്കര റോളാണ്, ഈ കോൺസ്റ്റന്റ് ഭയങ്കര റോളാണ്. ഇവിടെ ഈ കോൺസ്റ്റന്റിന്റെ പേരാണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ഹൂക്സ് ലോയില് കെയുടെ പേരാണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. അത് റബ്ബർ ബാൻഡിലും നമുക്ക് ഉപയോഗിക്കാം. റബ്ബർ ബാൻഡിനും ഒരു കോൺസ്റ്റന്റ് ഉണ്ട്.
അതും സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്നുള്ള പേര് തന്നെ നമുക്ക് വിളിക്കാം. കാരണം നീളുന്നതും ചുരുങ്ങുന്നതും ആളെ നമുക്ക് സ്പ്രിങ് പോലെ നമുക്ക് കണക്കാക്കാം. ഏതാളും എലാസ്റ്റിക് നീളും ചുരുങ്ങും ചെയ്യും. നമുക്ക് അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഈ കോൺസ്റ്റന്റിന്റെ പേരാണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ഇത് ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടോ? സ്പ്രിംഗ് കോൺസ്റ്റന്റുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യമുണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്തൊരു പോയിന്റ് എന്തായിരിക്കും? ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്തായിരിക്കും? അത് വേറെ ഡോട്ടിട്ട് കാണിക്കാവൂ, വേറെ പോയിന്റ് ആയിട്ടാ കാണിക്കാവൂ, അടുത്ത പോയിന്റ് ആയിട്ട്. അങ്ങനെ പോയിന്റുകൾ ഇങ്ങനെ കിടക്കണം. എന്നിട്ട് അതിന്റെ കീഴിൽ ഒരു നോട്ട് എഴുതണം. അപ്പൊ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഒരു പോയിന്റ് ആയിട്ട് കാണിക്കും. സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ എന്ന് പറഞ്ഞ ആള് ഞാൻ താഴെ ഒരു പോയിന്റ് ഇനി പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അതിന്റെ താഴെ വരുന്നു. അങ്ങനെ പഠിക്കുന്നത്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഉദ്ദേശിക്കുന്നത് എന്താണ് കൂടുതൽ? നമുക്ക് എവിടെയൊക്കെ നിങ്ങൾ സ്പ്രിംഗ് കണ്ടാക്കണേ എന്ന് പറഞ്ഞു. സ്പ്രിംഗ് കണ്ടാക്കണവരെന്ന് പറഞ്ഞു എവിടെയൊക്കെ സ്പ്രിംഗ് കണ്ടിട്ടുണ്ട്? നിങ്ങൾ കൈവക്കിയാൽ വിളിച്ചു പറയുന്നത് സ്പ്രിംഗ് കണ്ടവരൊക്കെ എന്ന് പറഞ്ഞു. എവിടെയാ? അനന്ത് പി എം എവിടെ നമ്മൾ കണ്ടത് സ്പ്രിംഗ്? വണ്ടിയിലേക്കില്ലേ? വണ്ടിയിൽ എവിടെയാ? വണ്ടിയിൽ എവിടെയാ പറഞ്ഞേ? ഷോക്ക് അബ്സോർബർ. അവൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടന്റ് ഒരു സാധനമാണ്. എനിക്ക് കിട്ടുന്ന പോലെ അവൻ പറഞ്ഞു വണ്ടിയുടെ ഷോക്ക് അബ്സോർബർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബൈക്കിന്റെ ഒക്കെ ഷോക്ക് അബ്സോർബർ ഇങ്ങനത്തെ ഒരു സ്പ്രിംഗ് ആണ്. ലോറിയുടെ ബാക്കിലൊക്കെ നിങ്ങൾ ഇത് നോക്കും, വലിയ SC ലോറി, നമ്മുടെ മറ്റേ ടിപ്പർ പോലത്തെ വണ്ടികൾക്ക് ഉണ്ടല്ലോ, അതിനകത്ത് ബാക്കിൽ ഇങ്ങനെ കാണാൻ സാധിക്കും നമുക്ക് വലിയ സ്പ്രിംഗ്. ഈ സ്പ്രിംഗ് നമ്മൾ ഇങ്ങനെ ഞെക്കാൻ എങ്ങോ ആനന്ദേ? ഇല്ല, നമ്മൾ ഞെക്കാൻ എങ്ങൂല. 100 കിലോ 200 കിലോ അങ്ങ് പ്രസ്സായാൽ അത് പ്രസ്സാവും. അത് ഭയങ്കര സ്ട്രോങ് ആണ്, ഹാർഡാണ്. അതിന്റെ വേറെ വാക്കാണ് സ്റ്റിഫ്, ഭയങ്കര ബലാണ്. ഇനി വേറെ സ്പ്രിംഗ് എവിടെയാ കണ്ടാക്കണേ? വേറെ സ്പ്രിംഗ് എവിടെ കണ്ടാണ്? ആരോടെ എവിടെയാ പറഞ്ഞേ എവിടെയാ? ഏതാണ്? എന്താ കാണിച്ചിട്ട് നീ കാണിക്കുന്ന സാധനം എന്താ പറഞ്ഞേ? അല്ല, എന്താ ഐറ്റം എന്ന് പറഞ്ഞത്? അതൊരു സ്പ്രിംഗ്, അവന്റെ സ്പ്രിംഗ് കാണിക്കുന്നത് എന്താ ഐറ്റം? അത് അതിനകത്തുള്ളതാ. നിന്റെ സ്റ്റാൻഡിലുള്ള. ശരി, അതെങ്ങനെയാ? നല്ല ബലമുണ്ടോ? നീ വലിച്ച വലിയോ? കേൾക്കണില്ലോടാ? വലിയുണ്ട്. വലിച്ച വലിയുണ്ട്, കുറച്ചൊക്കെ വലിയുണ്ട്. അപ്പൊ വേറെ ടൈപ്പ് സ്പ്രിംഗ് അവന്റെ കയ്യിലുണ്ട്. പിന്നെ അതിനേക്കാൾ സോഫ്റ്റ് സ്പ്രിംഗ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വളരെ സോഫ്റ്റ് സ്പ്രിംഗ് എവിടെയാ ട്രീസ? പേനയിൽ കാണുന്ന സ്പ്രിംഗ് ഉണ്ട്, വളരെ സോഫ്റ്റ് സ്പ്രിംഗ്. സോഫ്റ്റ്. ഇത് ഹാർഡ് സോഫ്റ്റ്. പല ടൈപ്പ് സ്പ്രിംഗ് ഉണ്ട്. അവന്റെ കയ്യിൽ ഒരു മീഡിയം സ്പ്രിംഗ് ആണ്, ആരോടെ കയ്യിലിരിക്കുന്നത്. പേനയിൽ സോഫ്റ്റ് ആണ്. അപ്പോ ഈ ഹാർഡ് സ്പ്രിംഗ് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ഇക്വേഷനിൽ പറയും കെയുടെ വാല്യൂ ഹൈ വാല്യൂ ആണ്. കെയുടെ വാല്യൂ ഹൈ ആണെങ്കിൽ അവൻ ഹാർഡ് സ്പ്രിംഗ് ആണ്. കെയുടെ വാല്യൂ ലോ ആണെങ്കിൽ അവൻ സോഫ്റ്റ് സ്പ്രിംഗ്. അപ്പൊ സ്പ്രിംഗ് കോൺസ്റ്റന്റ് പല ടൈപ്പാണ്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ എന്ന് പറഞ്ഞ ആള് പല ആൾക്ക് പല ടൈപ്പാണ്. ചില സ്പ്രിംഗിൽ വളരെ കുറവാണ് വാല്യൂ, വളരെ കുറവാണ് വാല്യൂ, 1 or 2 പോയിന്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് സോഫ്റ്റ് സ്പ്രിംഗ് ആണ്. ചില സ്പ്രിംഗ് ഭയങ്കര ടൈറ്റ് ആണ്, അത് ഹാർഡ് സ്പ്രിംഗ് ആണ്. അതിന്റെ കെയുടെ വാല്യൂ ഹൈ ആണ്. അപ്പൊ കെ ചുമ്മാ ഒരാളല്ലാന്ന് മനസ്സിലായില്ല. പക്ഷേ ഇനി ഒരു കാര്യം കൂടെ കേട്ടോ. അപ്പോ ഇനി സ്പ്രിംഗ് കോൺസ്റ്റന്റുമായി ബന്ധപ്പെട്ട് എൻട്രൻസിൽ പോകണമെന്ന് കുറെ പഠിക്കാറുണ്ട്. പാരലൽ സ്പ്രിംഗ് അത് നമുക്ക് വേണ്ട. അപ്പൊ ഇനി ഒരു കാര്യം മനസ്സിലായി, എന്തായിരിക്കും ആർക്കെങ്കിലും പറയാമോ? കെ എന്ന് പറഞ്ഞ സ്പ്രിംഗ് കോൺസ്റ്റന്റ് SI യൂണിറ്റ് ആർക്കെങ്കിലും പറയാം? SI യൂണിറ്റ് ഉണ്ടോ? പറയാതെ വിളിച്ചു പറയരുത്, കൈ പൊക്കാവുള്ളൂ. SI യൂണിറ്റ് ഉണ്ടോ? ഉണ്ടെന്നുള്ളവർക്ക് കൈ പൊക്കിക്ക്. SI യൂണിറ്റ് ഉണ്ടെന്നുള്ളവർ കൈ പൊക്കി. ഉണ്ടെങ്കിൽ എന്താണ് ഒന്ന് കണ്ടുപിടിച്ച്. കണ്ടുപിടിച്ചൊരു ആലോചിച്ചല്ലോ. കെയുടെ SI യൂണിറ്റ് എന്താണ്? എങ്ങനെ കണ്ടുപിടിക്കും? സിത എങ്ങനെ കണ്ടുപിടിക്കും? ഇതൊരു ഐഡിയ ഉണ്ടോ സിത? ഇതൊന്നും ആലോചിക്കാത്തവരെ എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ തോന്നുന്നു ആരെങ്കിലും പറയട്ടെന്ന് തോന്നുന്നു. സിത എന്ന് പറഞ്ഞ ഐഡിയ ഉണ്ടോ? ഇല്ല, എനിക്കറിയില്ല. എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കണേ? ഇവിടെ നോക്ക് ആരോൺ, ഇവിടെ നോക്ക്. പുസ്തകമൊക്കെ മാറ്റി വെക്കുക. നമ്മൾ ഇവിടെ പറയാനാ പറഞ്ഞത്. നിങ്ങൾ പുസ്തകത്തിൽ നോക്കി താരം പറഞ്ഞെ. ഇവിടെ നോക്കി പറഞ്ഞു എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കണേ? ഒരു പുതിയ സാധനമാണ് F = KX. അപ്പൊ എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുന്നത്? കെയുടെ SI യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും?
ഒരു പുതിയ സാധനം എസ്റ്റിമേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? അത് പറഞ്ഞ ഹസ്നാജീബ് എങ്ങനെയാ? ഇത് പറഞ്ഞില്ലോ, ഹസ്നാജീബ് എന്ന് പറഞ്ഞ എങ്ങനെയാ ഇതിനകത്ത് എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കുന്നത്? ഓരോന്നിന്റെ നോക്കണം. അപ്പൊ എന്താ ചെയ്യുന്നത് അറിയോ? ഈ എക്സ് ഇപ്പുറത്തേക്ക് വിടുക. അപ്പൊ കെ ഇസ് ഇക്വൽ ടു എഫ് ബൈ എക്സ്. അപ്പൊ കെയുടെ ആണല്ലോ കണ്ടുപിടിക്കുന്നത്. അപ്പൊ കെ ഇസ് ഇക്വൽ ടു എഫ് ബൈ എക്സ്. എഫിന്റെ എസ്റ്റിമേറ്റ് ഏതാ ഹസ്ന? ഫോഴ്സിന്റെ ന്യൂട്ടൺ. എക്സ് ആരാ അവളെ? എക്സ് അതിന്റെ എസ്റ്റിമേറ്റ് ആരാ അവളെ? മീറ്റർ. അപ്പൊ കെയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാവും ന്യൂട്ടൺ പെർ മീറ്റർ. അല്ലെങ്കിൽ NM റൈസ് ടു -1. 3 രീതിക്ക് എഴുതാം. ഇങ്ങനെയാണ് എന്ത് സാധനവും കണ്ടുപിടിക്കുന്നത്. അല്ല, നിങ്ങൾ കാണാപ്പാടം പഠിക്കുകയല്ല. ഇത് ആരും എസ് യൂണിറ്റ് കെയുടെ എസ് യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ് കാണാതെ പഠിക്കണ്ട. അത് പുസ്തകം അടുത്ത പോയിന്റ് ആയിട്ട് എഴുതി വെക്കും. അങ്ങനെ പോയിന്റുകൾ ഇങ്ങനെ വരും അതിന്റെ താഴെ. ഓക്കെ, ശരി, നോക്കാം. ഇനി കേട്ടോ, വേറൊരു ഐഡിയ. ഈ സ്പ്രിങ്ങിനെ കുറിച്ച് വേറൊരു ഐഡിയ. ഒരു സ്പ്രിങ് കണ്ടിട്ടുണ്ട് നോക്കണേ, ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരു സ്പ്രിങ്, ഇതാണ് സ്പ്രിങ്. ഓക്കെ, ഈ സ്പ്രിങ്ങിലെ ഒരു ബ്ലോക്ക് നമ്മൾ വെച്ചാക്കാം. ഇങ്ങനെ സ്പ്രിങ്ങിന്റെ അറ്റത്ത് ഒരു കട്ട വെച്ചാക്കാം. ഇത് വെറുതെ ഇരിക്കുന്ന അവസ്ഥയാണ്. ഇതാണ് അതിന്റെ സ്പ്രിങ് വെച്ചാക്കുന്ന സ്ഥലം. വെറുതെ ഇരിക്കാന്ന് വെച്ചാൽ അനങ്ങാതിരിക്കുകയാണ്. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് അനങ്ങാതിരിക്കുകയാണ് ഇക്വിലിബ്രിയം. ഓക്കെ, കേട്ടോ, ഞാൻ ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഞാനൊരു ഈ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഒരു വര വരയ്ക്കട്ടോ. ഈ ഇങ്ങനെ അനങ്ങാതിരിക്കുന്ന സ്ഥലത്ത് ഞാനൊരു വര ഇങ്ങനെ വരച്ചേക്കാം. മനസ്സിലാവും? ഓക്കെ, ഇനി കേട്ടോ, അടുത്ത സ്റ്റേജിൽ ഞാൻ എന്താ ചെയ്തറിയോ? ഇവനെ ഒന്ന് നീട്ടി നോക്കിക്കൊണ്ടിരുന്നത്. ഈ സ്പ്രിങ്ങിനെ ഒന്ന് നീട്ടി വലിച്ചു. ഞാൻ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ ഉണ്ട്. എന്താ? ഓക്കെ, ഇങ്ങോട്ട് വലിച്ചു മാക്സിമം വലിച്ചെടുക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഏതാ? ഡിസ്പ്ലേസ്മെന്റിനകത്ത് ഡിസ്പ്ലേസ്മെന്റ് ഹാൻഡ് റൈസ് എല്ലാവരും പറയട്ടോ, എല്ലാവർക്കും പറയാം. ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് ഇതിനകത്ത്? തസ്കിന ഡിസ്പ്ലേസ്മെന്റ് കൈ പൊക്കണില്ലോ, അതുകൊണ്ടാ ചോദിക്കുന്നത്. കൈ പൊക്കാത്തവരാ ചോദ്യം കൂടുതൽ. ഡിസ്പ്ലേസ്മെന്റ് ഏതാ ഇതിനകത്ത്? എവിടെയാ ഡിസ്പ്ലേസ്മെന്റ്? ഈ ഫിഗറിൽ എവിടെ വരെ ഡിസ്പ്ലേസ്മെന്റ്? ശ്രദ്ധിക്കണില്ല, ഡൗട്ട് ചോദിക്കണില്ല, ഗുണമുണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ വരെയാണ് ഡിസ്പ്ലേസ്മെന്റ്. ഇതാണ് എക്സ്. കാരണം ഇവിടെ നിന്ന് കട്ട ഇത്രയും വലിഞ്ഞു. തസ്കിനക്ക് മുമ്പത്തെ ഡിസ്പ്ലേസ്മെന്റ് മനസ്സിലായിട്ടില്ലാത്തതുകൊണ്ട് ഒട്ടും പറയാൻ പറ്റാം. ഇവിടെ വരെ വലിച്ചു, അതാണ് ഡിസ്പ്ലേസ്മെന്റ്. വലിച്ച് നമ്മളിങ്ങനെ പിടിച്ചാക്കുക. ശ്രദ്ധിച്ചോട്ടെ ഞാൻ പറയുന്നത്. ഇങ്ങനെ വലിച്ചിവിടെ പിടിച്ചു കഴിയുമ്പോൾ ഇതിന് പൊട്ടൻഷ്യൽ എനർജി ആണോ കൈനറ്റിക് എനർജി ആണോ ഇപ്പോൾ ഉള്ളത്? ഈ സ്പ്രിങ്ങിന് ഇപ്പോൾ ഉള്ളത് പൊട്ടൻഷ്യൽ എനർജി ആണോ കൈനറ്റിക് എനർജി ആണോ? ആർക്കെങ്കിലും പറയാമോ? പൊട്ടൻഷ്യൽ എനർജി ആണോ കൈനറ്റിക് എനർജി? അതോ എനർജി വല്ലതും ഉണ്ടോ? എനർജി വല്ല ഇല്ലേ? എനർജി 0 ആണോ? പുതിയ എനർജി വല്ലതും ഉണ്ടോ? എനർജിയെ കുറിച്ചൊന്ന് പറഞ്ഞു. ഈ വലിച്ചു പിടിച്ചിരിക്കുന്ന സമയത്ത് ഇവര് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? അത് പൊട്ടൻഷ്യൽ എനർജി ഇല്ലേ? അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഉണ്ടോ? കൈനറ്റിക് എനർജി ഇല്ലേ? വലിച്ചിങ്ങനെ പിടിച്ചാക്കുക. റബ്ബർ ബാൻഡ് നമ്മൾ ഇങ്ങനെ വലിച്ചു പിടിച്ചാക്കുക. അപ്പൊ അതിന് എനർജി ഉണ്ടോ? അത് എനർജി ഒന്നും ഇല്ലേ? എന്താണ് അവസ്ഥ? ആരാ പറഞ്ഞത്? ഹാൻഡ് റൈസ് ഉണ്ട്. നിങ്ങളുടെ പ്രതികരണം എനിക്ക് കാണും കേട്ടോ. പ്രതികരണം എനിക്ക് കാണും. ഒന്ന് പറഞ്ഞേ ഷാമിന്, എന്താ ഇതിന്റെ അവസ്ഥ? ഇതിന് വല്ല എനർജി ഉണ്ടോ? ഇങ്ങനെ വലിച്ച് നമ്മൾ സ്പ്രിങ്ങിനെ വലിച്ചു പിടിക്കുമ്പോൾ ഈ സ്പ്രിങ്ങിന് വല്ല എനർജി ഉണ്ടോ? എനർജി ഉണ്ടാവും. സാധാരണ എനർജി നമുക്ക് അങ്ങനെ ഇതുണ്ടാവുന്നത്. വലിച്ചിങ്ങനെ പിടിക്കുമ്പോൾ എനർജി ഉണ്ടാവാറുണ്ട്. അത് എന്ത് എനർജി ആയിക്കോട്ടെ, കൈനറ്റിക് എനർജി ആയിരിക്കും, പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും? പൊട്ടൻഷ്യൽ എനർജിയാണോ? എന്താ കൈനറ്റിക് എനർജി എല്ലാത്തിനും കാരണം? അത് വലിഞ്ഞവിടെ നിന്നില്ലേ? അബ്സല്യൂട്ട്ലി. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ മൂവ് ചെയ്യുമ്പോൾ ഉള്ളതാണ്. ഇത് വലിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. വലിഞ്ഞു നിൽക്കുമ്പോൾ അതിനൊരു എനർജി ഉണ്ട്. നമ്മൾ പൊക്കത്തിൽ കൊണ്ടേ നിർത്തിയിട്ടുണ്ട്. പൊക്കത്തിൽ കൊണ്ടേ നിർത്തിയപ്പോൾ എന്ത് എനർജി ആയിരുന്നു?
പൊക്കത്തിൽ കൊണ്ട് നിർത്തി എന്ത് എനർജി ആയിരുന്നു? ഫിദ, ഒരു സാധനത്തെ കല്ലിനെ പൊക്കത്തിലേക്ക് കൊണ്ടുപോയി നിർത്തിപ്പാൽ എന്ത് എനർജി ആയിരുന്നു? കൈനറ്റിക് എനർജി. പൊക്കത്തിൽ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചപ്പോ കൈനറ്റിക് എനർജി ആയിരുന്നു. പൊട്ടൻഷ്യൽ ക്ലിയർ ആവണില്ല, അതുകൊണ്ടാണ് തെറ്റ് പറഞ്ഞത്. പൊട്ടൻഷ്യൽ എനർജി ആയിരുന്നു പൊക്കത്തിൽ കൊണ്ട് നിർത്തും. അത് സ്പ്രിംഗിന് വലിച്ചു പിടിക്കുമ്പോൾ എന്തുണ്ട്? ഇവന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ശരിക്കും ശ്രദ്ധിച്ചോളം പോലെ ഇവനിപ്പോ വലിച്ചു പിടിക്കുന്ന സമയത്ത് കൈനറ്റിക് എനർജി എത്രയാ? ഇവന്റെ കൈനറ്റിക് എനർജി ഉണ്ടോ? എന്താ ഭീമാക്കെ കൈനറ്റിക് എനർജി ഇപ്പൊ ഉണ്ടോ ഇല്ലയോ? വലിച്ചിങ്ങനെ പിടിച്ചിരുന്ന സമയത്ത് ഭീമാക്കെ കേൾക്കണില്ല. ഭീമ എത്രയും പെട്ടെന്ന് ശരിയാക്കണോ മോളെ? എനിക്ക് ചോദിക്കുമ്പോൾ ആൻസർ കിട്ടണം. അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് നമുക്ക് പഠിക്കാൻ പറ്റില്ല. പറഞ്ഞ മൈൻഡ് പേസ് വലിച്ചു പിടിക്കുമ്പോൾ കൈനറ്റിക് എനർജി ഉണ്ടോ ഇല്ലയോ? വലിച്ചിങ്ങനെ പിടിച്ചാക്കണം. മൂവ് ചെയ്യാനുള്ള കൈനറ്റിക് എനർജി ഇല്ല, ഒരു സംശയമില്ല. ശരി, അപ്പൊ പിള്ളേർ എന്റെ കൂടെ 2 ഫിഗർ വരച്ചിട്ടുണ്ടാവും, റൈറ്റ്? ശരി, 2 കേസായി. ആവശ്യമുള്ളത് ഈ ഫിഗറിന്റെ കൂടെ എഴുതിയിടും. ഇവിടെ എഴുതിയിടും, സംശയം വരാതിരിക്കാൻ. തലയാട്ടി അങ്ങോട്ട് പോയാൽ പോലെ. അതാ നിങ്ങൾ പിന്നെ പിന്നെ ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റാത്തത് നിങ്ങൾ ആ എഴുതിയിട്ട് ക്ലിയർ ചെയ്യാത്തതുകൊണ്ടാണ്. വീട്ടിൽ പോയി പഠിക്കണില്ല, പഠിക്കാൻ ഒന്നും നോക്കണില്ല. ശരി, 3ാമത്തെ കേസ് നമുക്ക് നോക്കാം. ഞാൻ ഇവനെ അങ്ങോട്ട് വിട്ടു. വിട്ടപ്പോ അവനിങ്ങനെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. വിടുമ്പോ അവനെന്ത് ചെയ്യും? അവൻ ഇങ്ങോട്ട് വരും. ഉണ്ടാവും, ഇങ്ങോട്ട് വരും, മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവനിങ്ങോട്ട് വന്ന് അവൻ ഇവിടെ എത്തും. വീണ്ടും ഇവിടെ എത്തും, നിൽക്കൂല. അതിങ്ങനെ പോവായിരിക്കും, പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിൽക്കുവോ? സ്പ്രിങ് അങ്ങനെ നിൽക്കുവോ? ഇല്ല. അപ്പൊ പഴയ പോലെ തന്നെ സ്പ്രിങ് പഴയ പോലെ തന്നെ ആയിരിക്കും, ഇതുപോലെ തന്നെ ആയിരിക്കും സ്പ്രിങ്. പക്ഷെ നിൽക്കൂല, സ്പ്രിങ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതേപോലെ തന്നെ ആയിരിക്കും വരും, ഉണ്ടാ, സെയിം ആയിരിക്കും. പക്ഷെ നിൽക്കൂല, പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഈ അവസ്ഥയിൽ ഇവന് കൈനറ്റിക് എനർജി ആണോ പൊട്ടൻഷ്യൽ എനർജി ആണോ ഉള്ളത്? ഒന്ന് പറഞ്ഞ ഇർഷാദെ, കൈനറ്റിക് എനർജി ആണോ പൊട്ടൻഷ്യൽ എനർജി ആണോ ഉള്ളത്? ഇപ്പൊ ഈ നിൽക്കുന്ന അവസ്ഥയിൽ, ഈ പോണ പോക്കിൽ അവന് കൈനറ്റിക് എനർജി ആണുള്ളത്. ഇതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? കാരണം പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? ഇല്ല. പൊട്ടൻഷ്യൽ എനർജി ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഞാൻ പറയാം, ഇവൻ പഴയ അവസ്ഥയിൽ ഇപ്പൊ എത്തിയതായിട്ടാണ് നമ്മൾ വരച്ച. കല്ല് മുകളിലേക്ക് കൊണ്ടുപോയി, എന്നിട്ട് അവിടെ നിന്ന് വിട്ടു, താഴെ എത്തിയ പോലെ പഴയ അവസ്ഥയ്ക്ക് ഇവൻ തിരിച്ചെത്തി. അപ്പൊ അവന് പൊട്ടൻഷ്യൽ എനർജി ഇല്ല. പൊട്ടൻഷ്യൽ എനർജി എന്താ നമ്മൾ പറഞ്ഞേക്കണേ? പൊട്ടൻഷ്യൽ എനർജിയുടെ അവസ്ഥ മാറുമ്പോഴാണ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുന്നത്. പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നാൽ അവന് പൊട്ടൻഷ്യൽ എനർജി ഇല്ല. പക്ഷെ അവനിപ്പോ എന്തുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്. പ്രശ്നമുള്ള ഇപ്പൊ തന്നെ പറഞ്ഞു കേട്ടോ. ഓരോ ഫിഗറും എക്സ്പ്ലെയിൻ ചെയ്തോ. അടുത്തതിലേക്ക് അതിന് ലാസ്റ്റ് തരാതെന്ന് പറയാൻ പറയരുത്. ഡൗട്ട് പറഞ്ഞോ സാർ. ആദ്യത്തെ ഫിഗറിനകത്ത് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഇല്ലല്ലോ. ഇതിനകത്ത് ഒന്നുമില്ല. കൈനറ്റിക് എനർജി ഇല്ല, പൊട്ടൻഷ്യൽ എനർജി. ചുമ്മാ സ്പ്രിങ് ഇരിക്കുവാണ്. വലിച്ചിട്ട് വിട്ടപ്പോ തിരിച്ചു. പറഞ്ഞോ അടുത്ത ആൾ. 3ാമത്തേല് വരുമ്പോ അവിടെ നിക്കുവാണോ? നിക്കുവല്ല, സ്പ്രിങ് അങ്ങോട്ട് പോവാ. അവിടെ പോയിക്കൊണ്ടിരിക്കുക, നിന്നിട്ടില്ല. നിന്നാൽ കൈനറ്റിക് എനർജി വീണ്ടും 0 ആയി. നിന്നിട്ടില്ല, പോയിക്കൊണ്ടിരിക്കുക. അവർ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അടുത്ത ഫിഗർ ഒന്ന് എല്ലാവരും വരച്ചേ, സ്വന്തമായിട്ട് വരച്ചേ. ഡോക്ടറിന് വീണ്ടും പറഞ്ഞിട്ട പിള്ളേരെ, അടുത്ത ഫിഗർ എല്ലാവരും ഒന്ന് വരച്ചേ. എന്തായിരിക്കും അടുത്ത ഫിഗർ? എല്ലാവരും വരച്ചേ. തോമസേ, എന്തായിരിക്കും അടുത്ത ഫിഗർ? എങ്ങനെയായിരിക്കും തോമസേ? തോമസേ, തീരെ ചെറുതായിട്ട് അത് സ്പ്രിങ് ഇവന്റെ എക്സ് എന്താ? ഇവന്റെ ഡിസ്പ്ലേസ്മെന്റ് എവിടെയാ? ഇവന്റെ ഡിസ്പ്ലേസ്മെന്റ് എവിടം വരെയാ? ഡിസ്പ്ലേസ്മെന്റ് ആ പുറകോട്ട്
വലിഞ്ഞ അത്രയും ഭാഗം. എത്രയാണോ പൊറോട്ടയ്ക്ക് വലിഞ്ഞ് അത്രയും ഭാഗം ഡിസ്പ്ലേസ്. അപ്പൊ വീണ്ടും അതിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു, അവന്റെ അവസ്ഥ മാറി. ഇപ്പൊ ഇവന് മാക്സിമം ഞെങ്ങി നിൽക്കുക കേട്ടോ, മാക്സിമം ഞെങ്ങി നിൽക്കുക. ഇപ്പൊ ഇവന് എന്ത് എനർജിയാ ഉള്ളേ? അനന്തുരാജ്, ഇപ്പൊ ഇവന് എന്ത് എനർജി ഉള്ളേ? പൊട്ടൻഷ്യൽ എനർജി ആണോ കൈനറ്റിക് എനർജി ആണോ? കൈനറ്റിക് അല്ല, പൊട്ടൻഷ്യൽ ഉണ്ട്. ഇങ്ങനെ പോയി ഞെങ്ങി നിൽക്കുക. പൊട്ടൻഷ്യൽ ഉണ്ട്, കൈനറ്റിക് ഇല്ല. പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കാരണം അവസ്ഥ മാറിയിരിക്കുകയാണ്. കൈനറ്റിക് എനർജി ഇല്ല. അടുത്ത സ്റ്റേജ് എന്തായിരിക്കും? ഗൗരിയെ, അടുത്ത സ്റ്റേജ് എങ്ങനെയായിരിക്കും ഗൗരിയെ? അത് വീണ്ടും വലിഞ്ഞു വരും. വീണ്ടും പഴയ അവസ്ഥയിലേക്ക്. ഇവരിങ്ങോട്ട് പോവായിരിക്കും, വീണ്ടും അങ്ങോട്ട് പോയിരിക്കും. അപ്പൊ അതിന് എന്ത് എനർജി ഉണ്ട് ഗൗരിയെ? കൈനറ്റിക് എനർജി ഉണ്ട്. കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഇല്ല, കാരണം പഴയ അവസ്ഥയിൽ എത്തിയില്ല. അപ്പൊ എന്താ ഇതിനകത്ത് മനസ്സിലാവുന്നത്? ആഫ്റ്റർ ഓൾ ഒരു സ്പ്രിങ്ങിന്റെ മൂവ്മെന്റ് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. പല സ്റ്റേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ പല സ്റ്റേജ് നിങ്ങൾക്ക് എന്താ മനസ്സിലാവണേ? കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി തമ്മിൽ എന്താ മനസ്സിലാവണം? ആരാ പറയണേ? എന്താ മനസ്സിലാവണം? ആരാ പറയണേ? ശരിക്കും നോക്ക്. കൈനറ്റിക് ആസിഡ എവിടെ നോക്കണ്ട, ശ്രദ്ധ പോരുത് കേട്ടോ. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ടൊന്ന് പറഞ്ഞേ, ശരിക്കും ശ്രദ്ധിച്ച് പറഞ്ഞു. ആസിഡ ഒന്ന് പറഞ്ഞ. ആസിഡ എന്താ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ ശരിക്കും നോക്കി കഴിയുമ്പോൾ എന്താ മനസ്സിലാവണേ? കൈനറ്റിക് എനർജി ചില സ്ഥലത്ത് എന്താവും, ചില സ്ഥലത്ത് അപ്പം എന്താവും, കൃത്യമായിട്ടൊന്ന് പറഞ്ഞു. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ മൂവ് ചെയ്യാത്ത അതല്ല ചോദിച്ചത്. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിൽ ബന്ധം ഇത് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും, ഇതിങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും അവരെ ഒരു ബന്ധം. നീ ശ്രദ്ധിക്കാത്തതാണ്, ശ്രദ്ധ കയ്യിൽ വിട്ടുകൊണ്ടാണ് മനസ്സിലാവാത്ത. ഒന്ന് പറഞ്ഞേ, നമ്മുടെ കൃഷ്ണന്റെ എന്താ ബന്ധം? അത് ആ ടോപ്പിക്കിൽ ആലോചിക്കാത്തോണ്ട് ആ ബന്ധം പറയാൻ പറ്റാം. ഞാനോട് ഈ ചോദ്യം ചോദിക്കുന്നത്, ആരൊക്കെയാണ് ലൈവ് എന്ന് അറിയാൻ പറ്റും? പറഞ്ഞേ കൃഷ്ണന്റെ. കൈനറ്റിക് ഉള്ളപ്പോ പൊട്ടൻഷ്യൽ ഇല്ല, പൊട്ടൻഷ്യൽ ഉള്ളപ്പോ അതാണ് പോയിന്റ്. സച്ചിൻ അതായത് കൈനറ്റിക് ഉള്ളപ്പോ പൊട്ടൻഷ്യൽ ഇല്ല, പൊട്ടൻഷ്യൽ ഉള്ളപ്പോ കൈനറ്റിക് ഇല്ല. അതാണ് എന്റെ പോയിന്റ്. ശ്രദ്ധിക്കാൻ മനസ്സിലാവൂല. അതിന് വേറെ ഒന്നും വേണ്ട, അപ്പൊ ആ ശ്രദ്ധ കൂടെ കൊടുത്താൽ മതി. ശീലിച്ചു വരും. കുറെ 2 കൊല്ലാണ്ട് ചിലപ്പോൾ ശീലമില്ലാത്തായിരിക്കും. കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കുന്ന സമയത്ത് കൈനറ്റിക് എനർജി മിനിമം ആയിരിക്കും, 0 ആയിരിക്കും. കൈനറ്റിക് എനർജി മാക്സിമം ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇല്ലാണ്ടാകും. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞത് വീണ്ടും തന്നെയാണ്. ഒരാൾ കൂടുമ്പോൾ മറ്റാൾ കുറയും, ഒരാൾ കൂടുമ്പോൾ മറ്റാൾ കുറയും. ഇവിടെ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജിയാണ് വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് നമ്മൾ എഴുതും നിങ്ങൾ. ഇവിടെയും മെക്കാനിക്കൽ എനർജി എന്താണ്? കൺസേർവ്ഡ് ആണ്. പൊട്ടൻഷ്യൽ എനർജി കൂടുമ്പോൾ കൈനറ്റിക് എനർജി കുറയും. ടോട്ടൽ മെക്കാനിക്കൽ എനർജി എപ്പോഴും എന്തായിരിക്കും? ഇവിടെയും ടോട്ടൽ മെക്കാനിക്കൽ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജിയുടെ രണ്ടാമത്തെ ഒരു സാധനം നമ്മൾ പഠിച്ചതാണ് സ്പ്രിംഗ്. അത് നമ്മൾ ഇക്വേഷൻ വെച്ചിട്ടല്ല, ചുമ്മാ ഞാൻ കാണിച്ചു തരിക ചെയ്ത്. സംശയമുള്ളവർ പറഞ്ഞേ, മനസ്സിൽ സംശയം തോന്നിയവർ പറഞ്ഞേ. അപ്പൊ വലിഞ്ഞു നിൽക്കുമ്പോ നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ പറയാം. ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു എക്സാമ്പിൾ പറയാമോ? സ്പ്രിങ്ങിന്റെ വല്ലാത്ത വേറൊരു എക്സാമ്പിൾ പറയാമോ? ഇങ്ങനെ വലിഞ്ഞു നിൽക്കുമ്പോ പൊട്ടൻഷ്യൽ എനർജി, എന്നിട്ട് നമ്മൾ ആ പൊട്ടൻഷ്യൽ എനർജി ഞങ്ങള് വിറ്റ് കഴിയുമ്പോൾ അത് കൈനറ്റിക് എനർജി ചെയ്യുമ്പോൾ എക്സാമ്പിൾ ആർക്കും പറയാം. സർ എലാസ്റ്റിക് ഒരു എക്സാമ്പിൾ, എലാസ്റ്റിക് മെറ്റീരിയൽ എക്സാമ്പിൾ. പിന്നെ വേറെ ആണെങ്കിൽ പറയാം. ബോ ആൻഡ് ആരോ, അമ്പും വില്ലും. ബോ ആൻഡ് ആരോ ബാഹുബലി മൂവിയിൽ കാണിക്കുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. വലിച്ചിങ്ങനെ പിടിക്കുക, ബോ ആൻഡ് ആരോ. അമ്പും വില്ലും ഇങ്ങനെ വലിച്ചു പിടിക്കും. അപ്പൊ എന്തായാലും വലിച്ചു പിടിക്കുന്ന സമയത്ത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി. അമ്പ് അങ്ങോട്ട് വിട്ടു കഴിയുമ്പോൾ അമ്പ് പോകുന്നത് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു കൈനറ്റിക് എനർജി. ബെസ്റ്റ് എക്സാമ്പിൾ. എന്ത് സാധനം വലിഞ്ഞു നിന്നാൽ
ഡാമിൽ വെള്ളം നിറഞ്ഞു നിൽക്കുക. ഡാമിൽ വെള്ളം, ഇടുക്കി ഡാമിൽ, മുല്ലപ്പെരിയാറിൽ ഡാമിൽ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അവിടെ എന്താ എനർജി ഉള്ളത്? പൊട്ടൻഷ്യൽ എനർജി. അതങ്ങനെ പൊട്ടിയാൽ വെള്ളം മൊത്തം കൈനറ്റിക് എനർജി ആയിട്ട് ഒഴുകും. അതാണ് അപകടം പറയുന്നത്. അപ്പൊ നിങ്ങൾ പൊട്ടൻഷ്യൽ എനർജി കേൾക്കുമ്പോൾ അതൊക്കെ ഓർത്തിരിക്കണം. പല ടൈപ്പ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞ വലിഞ്ഞിരിക്കണേയില്ല. പൊക്കത്തിലിരുന്നാൽ തേങ്ങ മുകളിലിരിക്കുമ്പോൾ തേങ്ങക്ക് പൊട്ടൻഷ്യൽ എനർജി, നമ്മളൊരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി. അത് എപ്പോഴും കൈനറ്റിക് ആയിട്ട് വീഴാം. അത് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി. ഇതെന്താണ്? സ്പ്രിങ്, വലിഞ്ഞു നിൽക്കുന്ന ഒരു സാധനം. അത് എപ്പോഴും ഇവിടെ. അപ്പൊ റബ്ബർ ബാൻഡ് നിങ്ങൾ വലിച്ചു വിട്ടില്ലേ, വലിച്ചു പിടിച്ചില്ലേ, അപ്പൊ പൊട്ടൻഷ്യൽ എനർജിയാണ്. വിട്ടാൽ കൈനറ്റിക് എനർജിയോ? ശരി, ഇതാണ് കോൺസെപ്റ്റ്. ഞാനൊരു കാര്യം കൂടെ വലിച്ചു കളിച്ചാൽ നോക്കട്ടെ. നിങ്ങൾ ആൻസർ ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. ഞാനൊരു ഗ്രാഫ് വരയ്ക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. ഇതാണ് ഗ്രാഫിന്റെ ഒരാക്സിസ്. ഈ ആക്സിസിൽ എനർജിയാണ്. ശരിക്കും കേട്ടത് മതി. ഈ ആക്സിസിൽ എനർജിയെ കാണിക്കുന്നു. ഇവിടെ ഒരു ആക്സിസ് ഉണ്ട്. ഇത് അതിന്റെ ഡിസ്പ്ലേസ്മെന്റിനെ കാണിക്കുന്നു. ഇത് അതിന്റെ ഡിസ്പ്ലേസ്മെന്റിനെ കാണിക്കുന്നു. ഇത് ഡിസ്പ്ലേസ്മെന്റ് എക്സ്. ഇങ്ങോട്ട് പോസിറ്റീവ് എക്സ്, ഇങ്ങോട്ട് നെഗറ്റീവ് എക്സ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രിങ്ങിനെ വരച്ചത്. എന്നിട്ട് ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. എന്താ നോക്കട്ടെ, ഇവിടെ ഇങ്ങനെ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇത് എന്തിന്റെ ഗ്രാഫാണ്? ഇത് x=0. ഇത് എന്ത് എനർജിയുടെ ഗ്രാഫാണ്? ആരാ പറഞ്ഞത്? ആലോചിച്ച് പറയാമോ? ഗ്രാഫും ഇത്ര നേരം ഞാൻ പഠിപ്പിച്ചതുമായി കണക്ട് ചെയ്ത് പറയണം. ഇത് എന്ത് എനർജിയുടെ ഗ്രാഫാണ് ഞാൻ ഈ വരച്ചാക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജിയുടെയാണോ കൈനറ്റിക് എനർജിയുടെയാണോ? ആലോചിച്ച് പറയണം. എല്ലാവരും പറഞ്ഞു. എനിക്ക് ആലോചിച്ച് ഹാൻഡ് റൈസ് ചെയ്യാം. ഇത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫാണോ കൈനറ്റിക് എനർജിയുടെ ഗ്രാഫാണോ? ശരിക്കും ആലോചിച്ചിട്ട് കാരണം പറഞ്ഞു. വൈ ഉണ്ടാവും അതിന്റെ പുറകിൽ. എല്ലാവരും ആലോചിക്കുക. ഇത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫാണോ കൈനറ്റിക് എനർജിയുടെ ഗ്രാഫാണോ? എക്സ് കാണിച്ചിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ്. ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. കൈനറ്റിക് എനർജിയുടെ ഇത് കൈനറ്റിക് എനർജിയാണ് പറഞ്ഞത്. കാരണം പറഞ്ഞത് അത് മൈനസ് എക്സും എക്സിന്റെ അവിടെ കുറവല്ലേ എനർജി? മൂവ്മെന്റ് ആകുമ്പോഴല്ലേ കൂടണത്? അബ്സല്യൂട്ട്ലി കേട്ടോ. അവൻ പറഞ്ഞ പോയിന്റ് കേട്ടോ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ പ്രശ്നമാണ്. എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ചില കുട്ടികൾക്ക് പെട്ടെന്ന് കേൾക്കാം. ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ച് എന്നതിനെ പറഞ്ഞത്. മാത്തമാറ്റിക്കൽ അപ്രോച്ച് അതാണ് ശരിക്കും സയൻസ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട സാധനം. അപ്പോൾ ഒരു മനസ്സിലാക്കുക. അപ്പൊ അത് മാത്തമാറ്റിക്കൽ അപ്രോച്ച് ഉണ്ടാകും. അത് ഉണ്ടാക്കിയെടുക്കുന്ന ആർക്കും ഇല്ല. അത് ഉണ്ടാക്കിയെടുക്കുന്നത് ചില കുട്ടികൾ ആൻസർ ചെയ്യുന്നുണ്ടല്ലോ, അവർക്ക് ചെറുപ്പം വരെ അവർ ഉണ്ടാക്കിയെടുത്തതാ. അല്ല ബൈ ബർത്ത് ഒന്നും അല്ല. ബൈ ബർത്ത് ചെറിയൊരു പെർസെന്റേജ് ഉണ്ടാവും, അതിനുണ്ടാക്കിയെടുക്കുക. പക്ഷെ ഈ +1+2 ആർക്കും ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ അതിനു വേണ്ടി ഇരിക്കണം. കാരണം എനിക്ക് അത്ര ഉറപ്പാണ്. എനിക്ക് സ്കൂളിങ്സിലൊന്നും അങ്ങനത്തെ കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. കുട്ടികളെ പഠിപ്പിക്കാൻ ഇങ്ങനെ ശ്രമിച്ച് അതുണ്ടായത്. അതുകൊണ്ട് നിങ്ങളെ ശ്രദ്ധിച്ചോളൂ. ഇതുണ്ടോ എക്സ്? നിങ്ങളെ കണ്ട് പേടിക്കണ്ട. എക്സ് മാക്സിമം ആയിരിക്കുമ്പോ എക്സ് ഇവിടെ മാക്സിമാണ്, ഇവിടെ മാക്സിമാണ്. അപ്പൊ എനർജി ഞാൻ വരച്ചാണെങ്കിൽ എനർജി 0 ആണ്. ഇവിടെ എനർജി 0 ആണ്. കാരണം ഗ്രാഫ് താഴെയല്ലേ. ഇവിടെ എനർജി 0 ആണ്. അപ്പൊ വലിച്ചു വെക്കുമ്പോ ഡിസ്പ്ലേസ്മെന്റിൽ എനർജി 0 ആയ എനർജി ഏതാ? നിങ്ങൾ ഇവിടെ ഗ്രാഫിൽ കൃത്യമായിട്ട് അറിയാം കേട്ടോ. ഇവിടെ ഏതാ എനർജി? ആലോചിച്ചാൽ മതി. വലിച്ചു വെച്ചപ്പോ എനർജി ഏതാ 0 ആയത്? കൈനറ്റിക് എനർജി. ഇനി വിട്ട് x=0, അതായത് എക്സ് ഇല്ലാതിരുന്ന അവസ്ഥ. എക്സ് ഇല്ലാതിരുന്ന ഇവിടെ വന്നപ്പോ ഏത് എനർജിയാണ്? കൈനറ്റിക് എനർജി. അപ്പൊ x0 ആകുമ്പോ ഏറ്റവും കൂടുതൽ എനർജി ഏതാ? എക്സ് അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ എക്സ് നടുക്ക് വരുമ്പോ ഏറ്റവും കൂടുതൽ എനർജി കൈനറ്റിക് എനർജി ആയിരിക്കും. കണ്ടാ? അപ്പൊ ഈ ഗ്രാഫ് എന്തിനെ കാണിക്കുന്നു? ഗ്രീൻ കൈനറ്റിക് എനർജിയെ കാണിക്കുന്നു. സംശയമുള്ളവർ പറ. പറയും ഒന്നുകൂടെ പറയും. കേട്ടോ ഞാൻ പറയാം. മനസ്സിലാക്കിയാൽ മതി. അതായത് ബാസിലെ നമ്മൾ നോക്കേണ്ടത്, ഞാൻ ഇത് കൈനറ്റിക് എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജിയാണല്ലോ. അപ്പൊ നമ്മൾ നോക്കേണ്ടത് വലിഞ്ഞപ്പോ എക്സ് കൂടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ബാസിലെ? നമ്മൾ എക്സ് കൂടി ഡിസ്പ്ലേസ്മെന്റ് കൂടി എന്ന് വെച്ചാൽ ഈ സ്പ്രിങ്ങിന്റെ കേസ് എടുത്തോ. ഡിസ്പ്ലേസ്മെന്റ് കൂടി എന്ത് ചെയ്തു? അത് സ്പ്രിങ് നമ്മൾ എന്ത് ചെയ്തു?
കൂടുതൽ വലിഞ്ഞു. വലിച്ചു മാക്സിമം കൊടുക്കും. മാക്സിമം കൊടുത്തപ്പോൾ ഈ ഗ്രാഫിലെ ഗ്രീൻ എത്ര വന്നു വാല്യൂ? മാക്സിമം ഗ്രീൻ എത്രയായി? ഈ ഗ്രാഫ് എത്ര കാണിക്കണേ? ഇതല്ലേ എനർജി. ഇത് താഴെ വന്നില്ലേ? ഗ്രാഫ് താഴെ വന്നില്ലേ? അപ്പൊ ഇത് താഴെ വന്നു. വൈ ആക്സിസ് താഴെ വന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ അവിടെ എനർജി എന്തായി പോയി? 0. അപ്പൊ വലിഞ്ഞു നിൽക്കുമ്പോ 0 എനർജി വരുന്ന ഏതാ? വലിഞ്ഞു നിൽക്കുമ്പോ 0 എനർജി വരുന്ന ഏതാ? പൊട്ടൻഷ്യൽ ചാർജ് കൈനറ്റിക് എനർജിയാണ്. വലിഞ്ഞു നിൽക്കുമ്പോ കൈനറ്റിക് എനർജിയാണ്. വലിഞ്ഞു നിൽക്കുമ്പോ 0. വിട്ട് അങ്ങോട്ട് പോണ വഴി നടുക്കെത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കൈനറ്റിക് എനർജി. ശരിയല്ലേ? നോക്കി ഡിസ്പ്ലേസ്മെന്റ് 0 ആകുമ്പോൾ കൈനറ്റിക് എനർജി ഏറ്റവും കൂടുതൽ. ക്ലിയർ ആയോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ പിള്ളേരെന്ന് പറഞ്ഞേ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ വരയ്ക്കും? ഈ ഗ്രാഫിൽ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ വരയ്ക്കും? ഈ ഗ്രാഫിൽ എല്ലാവരും പൊട്ടൻഷ്യൽ എനർജി വരച്ചേ. ഈ ഗ്രാഫിൽ എല്ലാവരും പൊട്ടൻഷ്യൽ എനർജി വരച്ചേ. അക്മൽ ഈ ക്യാമറ ഈ ഗ്രാഫിൽ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ വരയ്ക്കും? ഈ ഗ്രാഫിൽ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ വരയ്ക്കും? ആലോചിച്ച് നോക്കിട്ട് പറ. പൊട്ടൻഷ്യൽ എനർജി വലിച്ചു പിടിക്കുമ്പോ ഉണ്ട്. വലിച്ചു പിടിക്കുമ്പോ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ വരയ്ക്കണം? ഇതാണ് പൊട്ടൻഷ്യൽ എനർജി. വലിച്ചു പിടിച്ച എക്സ്, പോസിറ്റീവ് എക്സിന്റെ സ്ഥലത്ത് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പൊ ഇവിടെ കാണിക്കണം പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇത് 0 ആകുമ്പോഴോ? 0 ആവുന്നത് അതെ ഡിസ്പ്ലേസ്മെന്റ് 0 ആകുമ്പോ അത് തിരിച്ച് നടുക്കെത്തുമ്പോ പഴയ അവസ്ഥ ഉണ്ടോ? പഴയ എത്തുമ്പോഴത്തേക്കും പൊട്ടൻഷ്യൽ എനർജി ഇല്ല, കൈനറ്റിക് എനർജി ഉള്ളൂ. കൈനറ്റിക് എനർജി ആയി മാറും. ആ പൊട്ടൻഷ്യൽ എനർജി ഇല്ല. ഗ്രാഫ് ഇങ്ങനെ ഗ്രാഫ് വരും. ഇനി മുകളിലേക്ക് പോയി വീണ്ടും ഇതിന്റെ നേരെ മുകളിൽ എടുത്താൽ ഇതിന്റെ ഒപ്പം ആ ഗ്രാഫ് പോലെ തന്നെ തലതിരിഞ്ഞൊരു ഗ്രാഫ് വരും. ആരുടെ ഗ്രാഫ്? അപ്പൊ ഈ വയലറ്റിൽ ഞാൻ കാണിച്ചാൽ എന്റെ ഗ്രാഫ് പൊട്ടൻഷ്യൽ എനർജി ഗ്രാഫ്, ഗ്രീനിൽ കാണിച്ചിരിക്കുന്നത് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ്. ഓക്കെ, ശരി. ഇനി നോക്കിയപ്പോഴേ ഒരു സാധനം എനിക്ക് വരയ്ക്കാൻ ഒരു ഗ്രാഫ്. ഇതെന്താന്ന് ആർക്കെങ്കിലും പറയാമോ? ഒരു ഗ്രാഫ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇതെന്ത് ഗ്രാഫ്? ഈ റെഡ് അതൊരു എനർജിയാണ്. ആർക്കെങ്കിലും പറയാം എന്ത് എനർജിയാണ്? ഞാൻ ഇത്ര 2 ദിവസം കൊണ്ട് പഠിപ്പിച്ച ഐഡിയ ആണ്. ആർക്കെങ്കിലും പറയാം എന്ത് എനർജിയാണ്? ഒന്ന് പറഞ്ഞേ. നമ്മുടെ 2 പേര് കൈ പൊക്കുന്നുണ്ട്, പുതിയ ആൾക്കാർ. കൈ പൊക്കാതെ വരരുത്, കൈ പൊക്കണം പറ്റണം എന്നൊക്കെ ശരിക്കും പറഞ്ഞു. ഇത് എന്ത് എനർജിയാണ്? ആർക്കെങ്കിലും ഏഞ്ചൽ ബേബി, ഇതെന്ത് എനർജി? ഏഞ്ചൽ ബേബി മെക്കാനിക്കൽ എനർജി. ഇതാണ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി. ആ ഏഞ്ചിൽ അങ്ങനെ പറയാൻ കാരണം അതെ പറയാൻ കാരണം അതങ്ങനെ അത് ആ ഗ്രാഫ് കണ്ടപ്പോൾ എന്താ അങ്ങനെ പറയാൻ കാരണം? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 1. അതെ, അത് ശരിയാണ്. പിന്നെ അതിങ്ങനെ നേരെ എടുക്കാൻ കാരണം എന്താ ഇങ്ങനെ നേരെ എടുക്കാൻ കാരണം? കോൺസ്റ്റന്റ്. അത് കോൺസ്റ്റന്റ് ആണ്. കൃത്യമായി എഴുതു നിങ്ങൾ ആ വരയുടെ അവിടെ. ചിലവർ ടൈമിന് എഴുതി വെച്ചിട്ടുണ്ടാവും. നോക്കി, ടൈമിന് എഴുതി വെച്ചിട്ടുണ്ടാവും ചിലർ ശ്രദ്ധിക്കാത്തത്. ഞാൻ ഷോർട്ട് ഫോം എഴുതി ടോട്ടൽ മെക്കാനിക്കൽ എനർജി. അപ്പൊ ഇതിന് പ്രത്യേകമുള്ളത് എഴുതി വെക്കുക. ഇത് എന്തുകൊണ്ട് നേരെ നിൽക്കുന്നു? അത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അതിപ്പോ ഡിസ്പ്ലേസ്മെന്റ് കൂടിയാലും കുറഞ്ഞാലും ടോട്ടൽ മെക്കാനിക്കൽ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആണ്.
പൊട്ടൻഷ്യൽ കൂടുമ്പോൾ കൈനറ്റിക് എനർജി കുറഞ്ഞോളൂ, കൈനറ്റിക് എനർജി കൂടുമ്പോൾ പൊട്ടൻഷ്യൽ കുറഞ്ഞോളൂ. അതുകൊണ്ട് കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ടാണ് അവൻ നേരെ നിൽക്കുന്നത്. ശരി, ഓക്കെ. ഇനി ഒരു കാര്യം കൂടെ പഠിക്കുന്നുണ്ട്, ഒരു 10 മിനിറ്റുള്ള ഒരു കാര്യം പഠിക്കുന്നത്. ഹെഡിങ് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഡെറിവേഷൻ. എന്തിനാ ഡെറിവേഷൻ? പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്. ഡെറിവേഷൻ. ഗ്രാഫിക്കൽ. ഗ്രാഫിന്ന് അടുത്ത പോയിന്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കണം. പൊട്ടൻഷ്യൽ എനർജി സ്പ്രിംഗിന് ഡിറൈവ് ചെയ്യാൻ പോവാം. നിങ്ങളെ എനിക്ക് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് എന്ന് വരച്ച് സ്പ്രിംഗിന്റെ എല്ലാവരും സ്പ്രിംഗിന്റെ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് എന്ന് വരച്ച് എല്ലാവരും ഈ സ്പ്രിംഗിന്റെ ഇപ്പൊ നമ്മൾ പഠിച്ച സ്പ്രിംഗിന്റെ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വരച്ച് എഫ് എസ് ഗ്രാഫ് വരച്ച് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് എഫ് എസ് അല്ലല്ലോ, എഫ് എക്സ് അല്ലേ ഡിസ്പ്ലേസ്മെന്റിന് ഉപയോഗിച്ച്, അത് വരച്ച എല്ലാവരും എങ്ങനെയായിരിക്കും വരയ്ക്കുന്നത്? ഒരു സ്പ്രിംഗിന്റെ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് എങ്ങനെയായിരിക്കും? എങ്ങനെ ഇവര് തമ്മിലുള്ള ബന്ധം അതൊന്ന് പറഞ്ഞേ. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ബന്ധം എന്താ? മൂസിനെ ഒരു സ്പ്രിംഗിന്റെ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് തമ്മിലുള്ള ബന്ധം എങ്ങനെയാ നമ്മൾ പഠിച്ചത്? എന്ത് ലോയാ അത് പറയണേ? എന്താ നമ്മൾ പഠിച്ചത്? ഏത് ലോയാ അത് പറയണേ? എന്താ ബന്ധം നമ്മൾ പഠിച്ചത്? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ഹൂക്സ് ലോ ആണോ? ഹൂക്സ് ലോ ആണ്, സംശയമില്ല. ഹൂക്സ് ലോ ആണ്. F is directionally proportional to minus x. അത് തന്നെ. അപ്പൊ അറിയാത്ത പോയിന്റ് എഴുതണം. F is directly proportional to x എന്നാ പഠിച്ചേ, മൈനസും ഉണ്ട്. ഇതാണ് ബന്ധം. ഇത് വരയ്ക്കണം. ഇതെങ്ങനെ വരയ്ക്കും? ഒന്ന് വരച്ചേ, കാണ്ടെ പിള്ളേർ വരച്ചേ. എങ്ങനെ വരയ്ക്കും? ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് നമ്മൾ എങ്ങനെ വരയ്ക്കും? ഇത് ഫോഴ്സ് ആണ്, ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. എങ്ങനെ വരയ്ക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എങ്ങനെ വരയ്ക്കും? കൈപൊക്കിക്കേ. കിട്ടുന്ന അഭിപ്രായമുള്ളവർ അപ്പൊ കൈപൊക്കുക. അപ്പോഴാണ് നിങ്ങൾ ലൈവാണ് അല്ലെന്ന് എനിക്ക് മനസ്സിലാവും. എങ്ങനെ വരയ്ക്കും? ദുൽഫുക്കാറെ എങ്ങനെയായിരിക്കും വരയ്ക്കുന്നത്? ദുൽഫുക്കാറെ അനന്തുമാനന്ദൊക്കെ ഇപ്പൊ പറയണ്ടേ, ഞാൻ വിളിക്കാത്തണ്ടാവും. എന്തിനാ അതൊക്കെ പറയണ്ടേ, ഞാൻ വിളിക്കാത്ത പല ദുൽഫുക്കാർ എങ്ങനെയായിരിക്കും ഗ്രാഫ്? ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫ് എപ്പോഴും എങ്ങനെയായിരിക്കും ദുൽഫുക്കാരെ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അർത്ഥം അല്ല ദുൽഫുക്കാരെ? രണ്ടും ഈക്വൽ ആണ്. ഈക്വൽ ആണല്ല. ഒന്ന് കൂടുമ്പോ മറ്റേത് കൂടും. നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞ സാധനം പഠിച്ചില്ലേ? ഒന്ന് കൂടുമ്പോ മറ്റത് കൂടും. അതിന് ആ ചാപ്റ്റർ ഗ്രാഫ് എന്നുള്ള ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്ററാ. മോഷന്റെ സ്ട്രൈറ്റ് ലൈൻ എല്ലാവരും പഠിക്കാത്തവർ പഠിച്ചോളാം. പുതിയ കുട്ടികൾ ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ ഒരെണ്ണം കൂടും മറ്റേ കൂടും എങ്ങനെ ഗ്രാഫ് വരയ്ക്കണേ ദുൽഫുക്കാറെ? എങ്ങനെയാ ഗ്രാഫ്? അത് ഒരു പോയിന്റും ആദ്യത്തെ പോയിന്റോട് ഒരുമിച്ച് വരുമ്പോ അതെങ്ങനെയാ നമ്മൾ വരയ്ക്കണേ ഗ്രാഫ്? ഒരെണ്ണം കൂടുമ്പോ മറ്റേ കൂടും പറയുമ്പോ ഗ്രാഫ് എങ്ങനെയാ? ചെരിഞ്ഞ 0 പോയിന്റ് ഇങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെ വരും. ചെരിഞ്ഞ ഇങ്ങനെ നിൽക്കണം. അതാണ് ഒരെണ്ണം കൂടുമ്പോ മറ്റെണ്ണം കൂടുന്നു പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ പിള്ളേർ ആവണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ശ്രദ്ധിച്ചോളൂ പിള്ളേർ, ഇങ്ങനെയാണ് ഗ്രാഫ്. ഒരെണ്ണം കൂടുമ്പോ മറ്റേ കൂടും, ഒരു സംശയമില്ല. ഞാൻ ഇങ്ങനെ വരയ്ക്കണോ? ഈ ഗ്രീൻ വരച്ചോലെ വരയ്ക്കണോ? നോക്കട്ടോ. അതോ ഞാൻ റെഡ് വരച്ചോലെ വരയ്ക്കണോ? ഇത് രണ്ടും ഒരെണ്ണം കൂടുമ്പോ ഒരെണ്ണം കൂടുക എന്നാണോ? ഏതാ നല്ലത്? റെഡ് ആണോ ഗ്രീൻ ആണോ? റെഡ് എന്നുള്ളവർക്ക് കൈ നോക്കിക്കേ. റെഡ് എന്നുള്ള ഗ്രാഫാണോ ഞാൻ വരയ്ക്കേണ്ടത്? കർവാണോ വരയ്ക്കേണ്ടത്? ഗ്രീൻ എന്നുള്ള കർവാണോ? റെഡ് എന്നുള്ളവർക്ക് ഒന്ന് കൈ നോക്കിക്കേ. റെഡ് ആണ് വരയ്ക്കേണ്ടത് എന്നുള്ളത് കൈ നോക്കിക്കേ. റെഡ് ആണ് വരയ്ക്കേണ്ടത് എന്നുള്ളൊരു കൈ നോക്കിക്ക്. എന്താ മറ്റേ ഹസ്നാന്റെ ജീവേ ഈ റെഡാന്ന് മോള് പറയാൻ കാരണം? കേട്ടില്ല. നെഗറ്റീവ് കിടക്കുന്നുണ്ട്. ഏറ്റവും നല്ലത് അതാണ്. എപ്പോഴും ശ്രദ്ധിക്കുക. ഏതാ? ഒരു നെഗറ്റീവ് ഉള്ളത് കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരാൾക്ക് നെഗറ്റീവ് കാണിച്ചാൽ മതി. ഇതിപ്പോ എഫ് എന്തായി കൊടുക്കുന്നുണ്ടാവും. ഇതിപ്പോ എഫ് നെഗറ്റീവാണ് താഴത്തേക്കുള്ളത്. അന്ന് എഫ് കൂടുമല്ലേ? അതെ. അപ്പൊ എക്സ് കൂടുമ്പോ എഫ് കൂടുമല്ലേ? അതെ.
ഇങ്ങോട്ട് വരയ്ക്കാം. ഇതും തരക്കേടില്ല. ഇങ്ങനെ വരയ്ക്കുന്നതിന് പ്രശ്നമില്ല. ഏതാ ഒരാൾക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക ഒരു ഗ്രാഫ്, ഇതും കറക്റ്റാണ്. ഇങ്ങനെ ഗ്രാഫ് ഇതും കറക്റ്റാണ്. കാരണം എഫ് കൂടി ഇത് -x ആണ്. കണ്ട അതിനേക്കാൾ നല്ലൊരു റെഡ് ആണ്. റെഡ് ആകുമ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് നെഗറ്റീവ് ആണെന്ന് പറയാം. കണ്ടോ, റീസ്റ്റോറിംഗ് ഫോഴ്സ് മറ്റേ ഓപ്പോസിറ്റ്. ഇത്ര ക്ലാരിറ്റി. അപ്പൊ അത് എഴുതണം. കേട്ടിരുന്നാ പോരെ, ബാസിൽ എഴുതണം. അത് കൃത്യം എന്തുകൊണ്ട് സാധിക്കില്ല. അത് കാരണം വേറെ സ്ഥലത്ത് ഇത് ആവശ്യം വരും. ഇവിടെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് തോന്നുമെങ്കിലും കൃത്യമായിട്ട് എന്തുകൊണ്ട് സാർ നെഗറ്റീവ് ആക്സിസിൽ വരച്ചു. ഇത് ട്രിഗണോമെട്രിയിൽ പറഞ്ഞ ക്വാഡ്രന്റിലാണ്. നിങ്ങൾ അടുത്ത ക്ലാസ് പഠിക്കും. 1 2 3 4 ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയും. എന്തുകൊണ്ട് അവിടെ വരച്ചു? നെഗറ്റീവ് വരയ്ക്കണമെങ്കിൽ എഫ് നെഗറ്റീവ് കാണിക്കാൻ നല്ലതാണ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് നെഗറ്റീവ് ആണ് കാണിക്കാൻ നല്ലത്. അതുകൊണ്ട് എക്സ് കൂടുമ്പോൾ അത് കൂടും, പക്ഷെ നെഗറ്റീവ് ആണ് കാണിക്കാൻ വേണ്ടി ഇവിടെ വരയ്ക്കുക. അപ്പൊ ഇതാണ് ഗ്രാഫ്. ഇനി എന്റെ ചോദ്യം എല്ലാവരും കേട്ടോ. ഞാൻ നല്ല പിള്ളേരെ ഈ ഏരിയ കണ്ടുപിടിക്കാൻ പോവാം. ഏതാണ് ഈ ഏരിയ? ഈ ഏരിയ കണ്ടുപിടിക്കാൻ പോവാം. എല്ലാവരും പറയണം, ഈ ഏരിയ കണ്ടുപിടിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? ആരാ പറഞ്ഞത്? ഈ ഏരിയ ഞാൻ കണ്ടുപിടിച്ച് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ എന്ത് കിട്ടും എനിക്ക്? പറയാൻ ആനന്ദു അങ്ങനെ ഒരു 3-4 പേരെ വന്നോളൂ. പെൺകുട്ടികളുടെ ഒന്നും ആമിന, ഹസ്ന, സുജീർ, ഐഷാദ്, ഗൗരി, ഐജൽ ബേബി, ഇവരുടെ ഒന്നും സന, ഭീമാക്ക് ഒക്കെ പോകണു. ആദ്യം പോകുന്നൊരു 3-4 ബോയ്സ് ആണ് എപ്പോഴും. ആദ്യം കൈ നോക്കുന്നതും അത് റെസ്പോണ്ട് ചെയ്യുന്നു. നിങ്ങളപ്പോ സ്ലോ ആണ്, ബാക്കിലെ ടോപ്പിക് സ്ലോ ആണ് അതിന്റെ അർത്ഥം. അങ്ങനെ വരരുത്. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ എന്ത് കിട്ടും? നമ്മുടെ അനന്തുരാജ് എന്ത് കിട്ടും? പൊട്ടൻഷ്യൽ എനർജി അനന്തുരാജ് പറയണം. മൈ പി എസ് എന്ത് കിട്ടും? കെ ആണോ? പിന്നെ എന്ത് കിട്ടും? നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടല്ലോ അവിടെ. എന്ത് കിട്ടും ഏരിയ കണ്ട? ഗൗരി കെ ആണോ സർ? കെ ആണ്, റൈറ്റ്. പിന്നെ ഏഞ്ചൽ ബേബി വെലോസിറ്റി. അനന്തു പി എം വർക്ക്. ബ്രില്യന്റ് വർക്ക്. ഞാൻ എത്രയാണ് പഠിപ്പിച്ചത്? ഏരിയ ഓഫ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വർക്ക്. കുഴപ്പമില്ല, നിങ്ങൾ ആ റേഞ്ചിലേക്ക് വന്നു. കാണാതെ പഠിക്കില്ല. വർക്ക് എന്ന് പറഞ്ഞ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ ഏരിയ വർക്ക് നമ്മൾ വർക്കിൽ പഠിപ്പിച്ചാണ്. അപ്പൊ ഒന്ന് കണ്ടുപിടിച്ചോ. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ? വർക്ക് ഈസ് ഈക്വൽ ടു ഏരിയ. എങ്ങനെ കണ്ടുപിടിക്കും പറഞ്ഞു? എങ്ങനെ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്? അർഷദ് മുഹമ്മദ് എങ്ങനെ പോലെ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്? ഷേപ്പ് എന്താ? ട്രയാങ്കിൾ. എന്താ ഫോർമുല? ഹാഫ് ബി എച്ച്. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ സാധാരണ ഫോർമുല ഹാഫ് ബി എച്ച്. ഹാഫ് ഇൻറ്റു ബി. ബി ആരായിട്ട് എടുക്കാം? ബി ഒരാൾ എടുത്തോ. ഇത് ബി ആയിട്ട് എടുത്തോ. ഇത് എച്ച് ആയിട്ട് എടുത്തോ നീ. അപ്പൊ ബി ആരാ? ആ വലിപ്പം ആരാ? എക്സ് അല്ലേടാ? ആ വലിപ്പം എക്സ് അല്ലേ? അതെ. താഴത്തേക്കുള്ള വലിപ്പം എന്താ കാണിക്കണേ? താഴത്തേക്കുള്ള എന്താ കാണിക്കണേ അവിടെ? എഫ്. മൈനസ് എഫ് കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല. എഫ് കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല. വാല്യൂ എടുക്കുമ്പോൾ മൈനസ് കാണിക്കണമെന്നില്ല. വാല്യൂ എടുക്കുമ്പോഴേ ഇത് കാണിക്കാൻ വേണ്ടി എഫ്. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു എഫിന് പകരം നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? എഫിന്റെ ഫോർമുല എന്താ പറഞ്ഞത്? ഹൂക്സ് ലോ. ഫാത്തിമ സലീം ഹൂക്സ് ലോ വെച്ച് പറഞ്ഞ ഫാത്തിമ സലീം എഫിന്റെ ലോ. എഫിന്റെ എന്താ ഹൂക്സ് ലോ പറഞ്ഞ? എഫ് ഈസ് ഈക്വൽ ടു കെഎക്സ് മൈനസ്. അതെ, മൈനസ് കെഎക്സ്. അപ്പൊ മൈനസ് നമ്മളിപ്പോ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് ആണ്. വാല്യൂ എടുക്കുമ്പോ കെഎക്സ്. അപ്പൊ ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു കെഎക്സ്. അപ്പൊ എന്ത് കിട്ടും? എന്ത് കിട്ടും? ഒറ്റ ഫോർമാറ്റ് എഴുതിക്ക്. ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു കെഎക്സ്. അപ്പൊ എന്ത് എഴുതാം? ഹാഫ് ഇൻറ്റു എക്സ് കെഎക്സ് സ്ക്വയർ. kx സ്ക്വയർ. അപ്പൊ w is equal to എന്ത് കിട്ടി? ഹാഫ് kx സ്ക്വയർ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ശ്രദ്ധിച്ചോണ്ടോ?
അടുത്ത വർക്കിൽ വേറെ സാധനം പറയാം. വർക്ക് ഈസ് സ്റ്റോർഡ് ആസ് എന്നതാ പഠിച്ചേക്കണേ ആമിന അബ്ദുൾ റഷീദ്. വർക്ക് ആമിന പറയണ്ട, എല്ലാവരും പറഞ്ഞേ, ആർക്കൊക്കെ അറിയാൻ നോക്കട്ടെ. വർക്ക് ഈസ് സ്റ്റോർഡ് ആസ് എന്നതാ പഠിച്ചേക്കണേ. ആ എല്ലാവരും പറയാം. ആമിന പറഞ്ഞേ, വർക്ക് ഈസ് സ്റ്റോർഡ് ആസ് എനർജി. ഈ വർക്കാണ് എന്തായി മാറുന്നത്? ഈ വർക്കാണ് എന്തായി മാറുന്നത്? എനർജി. ഇവിടെ എന്ത് എനർജി ആകുമ്പോൾ സ്പ്രിങ് വലിച്ചു പിടിക്കുമ്പോ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് kx². ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിങ് ഡിറൈവ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എല്ലാം പഴയ ആൾക്കാരാണ്, എല്ലാം പഴയ ആൾക്കാരാണ്. ഒരു ഗ്രാഫ് വരയ്ക്കും, ഡിറൈവ് ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ പറയും അതിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ വർക്ക് കിട്ടും. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഹാഫ് BH കൊടുക്കും, സംഭവം കൊടുക്കും, എന്നിട്ട് വാല്യൂ കണ്ടുപിടിക്കും, എന്നിട്ട് അത് വർക്ക് സ്റ്റോർഡ് ആസ് എനർജി എന്ന് പറയും, എന്നിട്ട് എനർജി പൊട്ടൻഷ്യൽ. അപ്പൊ നമ്മൾ ഏകദേശം ആ ചാപ്റ്ററിന്റെ എൻഡിലേക്ക് എത്തുകയാണ്. ഇനി പവർ എന്ന് പറയുന്നത് വർക്കായി എനർജി. പവർ എന്ന് പറയുന്നത് ചെറിയൊരു ടോപ്പിക് ഉണ്ട്. ആ ചെറിയ ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. പഠിച്ചു കഴിഞ്ഞ് അത് കഴിഞ്ഞ ഒരു കൂളേഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക്. ഓക്കെ, താങ്ക്. അടുത്ത ആഴ്ചയും നാളെ നിങ്ങൾക്ക് ഫിസിക്സ് തന്നെ ഓർഡർ അല്ലേ? ടൈം ടേബിൾ നിങ്ങൾക്ക് വരും, ഇന്ന് വരും, ഒന്നുകൂടെ ഉറപ്പിച്ച് മെസ്സേജ് വരും. ഓക്കെ, പിന്നെ അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിള്ളേർക്ക് നിൽക്കാം. ഞാൻ ഇത്ര ഇത് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ എടുത്തത്. ഓക്കെ, ശരി, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ഒരു മിനിറ്റ് പോലെ ഒരു മിനിറ്റ് പിള്ളേരെ, ഒറ്റ മിനിറ്റ്. നിങ്ങളുടെ ഫീഡ്ബാക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? സാധാരണ പോലെ ഫീഡ്ബാക്ക് എടുക്കുക. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഫീഡ്ബാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ ജെനുവിനായ നിങ്ങളുടെ ഡെവലപ്മെന്റ്, നിങ്ങളുടെ അക്കാഡമിക്സ് ഡെവലപ്മെന്റിന് വേണ്ടി തരുന്നതാണ്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ കുട്ടികളുടെ പേരൊന്നും നമ്മൾ നോക്കാറില്ല. വേണമെങ്കിൽ ആരൊക്കെ എൻട്രി ചെയ്യാത്തെന്ന് കൃത്യമായി നമുക്ക് നോക്കാം. പക്ഷെ നമ്മളത് നോക്കില്ല, നോക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾ എന്താ പറയണ്ടെന്ന് നമ്മൾ നോക്കണം. അപ്പൊ ചില കുട്ടികൾക്ക് തമാശ കളി അതിനകത്ത് വരികയും നിങ്ങളുടെ പ്രായത്തിന്റെയാണ്. ഗുഡ് മോർണിംഗ്. നമുക്ക് ആവശ്യം ഒരു മിനിറ്റ് സച്ചിൻ. അപ്പൊ നിങ്ങളുടെ പ്രായത്തിന്റെ ആ ഒരു തമാശ കളി അതിനകത്ത് വരാതെ എന്താണോ അതിനകത്ത് പറയേണ്ട ഇമ്പ്രൂവ്മെന്റ് ഓഫ് ദ ഫാക്കൽറ്റിയാണ്. എന്റെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി അല്ലെ ഞാൻ എഴുതുന്ന പെരിയെ കുറിച്ചോ ഞാൻ എഴുതുന്ന എന്റെ ഇതിനെ കുറിച്ചോ നിങ്ങൾ പറയേണ്ടത്. റൈറ്റ്. അപ്പൊ നിങ്ങളുടെ അക്കാഡമിക്സിന്റെ ഇമ്പ്രൂവ്മെന്റിനെ കുറിച്ചാണ് വളരെ. അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ വന്നിട്ട് നിങ്ങൾ ആരെന്താ അങ്ങനെ ഒന്നും നോക്കാറില്ല, എൻട്രി ചെയ്യുന്ന ആരാന്നും നോക്കാറില്ല. അതുകൊണ്ട് ജെനുവിൻ ആയിട്ടൊരു സാധനം തരിക, എന്നിട്ട് നിങ്ങൾ കമന്റ് ബോക്സ് ഇടുക. ഓക്കെ, നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റിന് ഞങ്ങൾക്ക് അല്ല കേട്ടോ, ഫാക്കൽറ്റി ഇമ്പ്രൂവ് ചെയ്താൽ നിങ്ങൾ കാണുന്നു. താങ്ക് യു. സച്ചിൻ. ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഫീഡ്ബാക്ക് ഫോം ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ലീവ് ചെയ്യരുത്, ഇപ്പൊ തന്നെ നിങ്ങൾ അത് ഫില്ല് ചെയ്യുക. ഇത് കമന്റ് ബോക്സിൽ പറഞ്ഞിട്ട് വേണം ലീവ് ചെയ്യാൻ കേട്ടോ. സജഷൻ ബോക്സ് ഉണ്ട്, അപ്പൊ നിങ്ങളുടെ സജഷൻസ് വേണം. ഓക്കെ, താങ്ക് യു. സജഷൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സജഷൻസ് നിങ്ങൾ തരണം. എന്താണ് ഇമ്പ്രൂവ്മെന്റുമായി എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതും തരിക. ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ ഇടുക. നത്തിങ് അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയുക. മംഗ്ലീഷിൽ അടിച്ചാൽ മതി, രണ്ടോടും മിക്സ് ചെയ്യുക. ഫാത്തിമ സലീമിനെ അറിയാം? പുതിയ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. പറഞ്ഞോ. എന്റെ ലിങ്ക് വന്നില്ല അതില്. അത് നോക്കിയാ ആസിഫിന് കിട്ടുള്ളത് പറഞ്ഞു. സച്ചിൻ കിട്ടുള്ള പറഞ്ഞോ. ഒരു ഡൗട്ട് എൻട്രി ചെയ്തിട്ട് നിന്നോ കേട്ടോ. എൻട്രി ചെയ്തിട്ട് ഡൗട്ട് നിന്നോ. ഇത് എൻട്രി ചെയ്തോ. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കയറി മോൾക്ക് ഒരു ലിങ്ക് വന്നിട്ടില്ലേ നോക്കി. അതിനകത്ത് ഫീഡ്ബാക്ക് വന്നിട്ടിട്ട് നിന്നു കേട്ടോ. 3 സെക്കൻഡ് കിട്ടിയില്ലേ? ഷാമിൻ ഓക്കെ, ശരി. സാർ എനിക്ക് ലിങ്ക് വന്നിട്ടില്ല.
സച്ചിൻ ഫാത്തിമ സലീം സച്ചിൻ ഫാത്തിമ സലീമിന് അത് കിട്ടിയിട്ടില്ലെന്നുകൊണ്ട് ഫാത്തിമ നിന്നോട്ടെ മോളെ ക്ലാസ് കഴിയുമ്പോൾ പറഞ്ഞു തരുട്ടോ എന്താ ചെയ്യുന്നത് പുതിയ ആളുകളെ ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ കഴിഞ്ഞ ചെയ്യുവാണോ അങ്ങനെ ചെയ്യുക അവൻ ചെയ്തോണ്ടിരിക്കണോ മോളെ എന്താണ് ചെയ്തോണ്ടിരിക്കണോ ആ ശരി ശരി സാർ ഈ ലിങ്കിൽ കയറിയിട്ട് ഇതിനകത്ത് ഒന്നും ഞെക്കാൻ പറ്റണില്ല. ആരാ പറഞ്ഞേ ലിങ്കിൽ കിട്ടില്ലെന്ന്? ഇല്ല സാർ ശരിയായി. സാർ ടച്ച് ചെയ്തിട്ട് ഒന്നും വന്നില്ല. എന്താണോ മോളെ ഒന്നുകൂടെ ട്രൈ ചെയ്തേ എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ.